നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ന്യൂക്യാറ്റ് ചാനലിന് നിങ്ങൾ തന്ന എല്ലാ അംഗീകാരത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഷുഗറിനെ പറ്റി ഒരു കണ്ടന്റ് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയാണ്. അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് ഷുഗറിൻ്റെ 2 സ്റ്റേജ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻസുലിൻ വർദ്ധിച്ചാലുള്ള പ്രോബ്ലങ്ങൾ. അപ്പോൾ വർദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ മാറാൻ കൊടുക്കുന്ന ഗുളിക മൂലം തന്നെയാണെന്ന് ഞാൻ ഒരു കണ്ടന്റിൽ വിവരിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ ഒരിത് പ്രകാരം ഷുഗറിനെ ഓങ്കോളജി എന്നാണ് പറയുന്നത്. ഇൻസുലിൻ്റെ വർദ്ധിച്ച രൂപമൂലം കോശങ്ങൾ നശിപ്പിക്കുന്ന സ്ഥിതിവിവര കണക്കനുസരിച്ചിട്ട് പ്രമേഹ രോഗികൾ 28% ക്യാൻസറിന് അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഇൻസുലിൻ ശരീരത്തിന് കൂടുതലാകുമ്പോൾ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അതിവേഗം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് സ്വാഭാവികമായും കട്ടിയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് മന്ദഗതിയിലാക്കുന്നു. അപ്പോൾ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു. ഇത് രക്തസമ്മർദ്ദം 98% കൂടുന്നു. പ്രമേഹ രോഗി രക്താതിമർദ്ദം കൂടും. ഹൃദയ സിസ്റ്റം അപകടകരമായ സ്ഥിതി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാർ പിന്നെ ഒന്നും അറിയാത്ത പോലെ പിന്നെ പെരുമാറിക്കൊണ്ടിരിക്കും. ഇത് മെറ്റഫോർമിൻ എന്ന മരുന്ന് കൊടുക്കുന്നത് മൂലമാണെന്ന് പ്രകൃതി ചികിത്സന്മാർ പറയുന്നുണ്ട്. പ്രകൃതി ചികിത്സയാണ് ഷുഗർ കുറയാൻ ഏറ്റവും നല്ലതെന്നാണ് ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ മെറ്റഫോർമിൻ ശരീരത്തിൽ അടിഞ്ഞ് കൂടുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും വയറിളക്കം, വയറുവേദന, പൊളിച്ചു തേട്ടൽ, വയറ്റിലെ അൾസർ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, പ്രത്യേകിച്ച് വൈകുന്നേരം കാണപ്പെടുന്ന തലവേദന, ചെവിയിൽ മുഴക്കം, ഭയം, നെഞ്ച് കിടന്ന് ചാടുക, ഇതൊക്കെയാണ്. കരളിൻ്റെ സിറോസിസ് കരൾ ടിഷ്യൂക്കളെ വികസിപ്പിക്കുകയും രക്തം വൃത്തിയാക്കുന്നത് നിർത്തുകയും ശരീരത്തിൽ ഉടനീളം വിഷ പദാർത്ഥം അടിഞ്ഞുകൂടാനും കാരണമാവുകയാണ്. എന്താ കാരണം? ഈ മരുന്ന് ശരീരത്തിലേക്ക് ചെല്ലുന്നത് കാരണം. ഈ ഷുഗറിനുള്ള മരുന്ന് തന്നെ ശരീരത്തിലേക്ക് ചെല്ലുന്ന കാരണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് പറയുന്നത് അതാണ്. ഈ മെറ്റഫോർമിൻ ഷുഗർ മാറ്റുന്നില്ല. ടൈപ്പ് 2 പ്രമേഹം അതിന് ഡോക്ടർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മെറ്റഫോർമിൻ എന്ന രാസപദാർത്ഥം അടങ്ങിയ പദാർത്ഥം ഫലപ്രദമാണെന്ന് പറയുന്ന ഡോക്ടർമാരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നല്ലത്. അത് നമ്മളെ കീശകാലിയൊക്കെയുള്ള പുറപ്പാടാണ്. അഥവാ അവർക്ക് അതിൽ നോളജ് ഇല്ലായിട്ടൊന്നുമല്ല. അവർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ മരുന്നൊന്നും ഇപ്പോൾ
കണ്ടുപിടിച്ചിട്ടുമില്ല. ഇനി പ്രധാനമായിട്ടും ഈ മെത്തഫോർമിൻ അടങ്ങിയ മരുന്ന് പല കമ്പനികൾ നിർമ്മിക്കുന്ന ഒരു പേര് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ വേറെ വിഷയത്തിലേക്ക് വരാം. ഒന്ന് ബാഗോമെറ്റ് ബെറോ, 2 മെറ്റഫോർമിൻ, 3 ഗ്ലൂക്കോസ്, 4 ഗ്ലൂക്കോ ഫോഗസ്, 5 ഗ്ലൂക്കോ ഫേജ്ലോഗ്, 6 ഡൈനോർമെറ്റ്, 7 ഡയഫോർമിൻ, അതുപോലെ മെറ്റ്ഫോർമിൻ, മെറ്റ്ഫോഗമ, മെറ്റ്ഫോർമിൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കമ്പനി 10 വിധത്തിലുള്ള മരുന്ന് ഇറക്കുന്നുണ്ട്. ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ ഒന്നാണ്. അതൊക്കെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് രോഗികൾക്കറിയില്ലല്ലോ. രോഗികളാവാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം മരുന്ന് കമ്പനി ലൈക്ക് അടിക്കില്ലല്ലോ. മരുന്ന് കമ്പനി ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കുകയുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് അവർ പൈസ കൊടുക്കും. അതായത് ഡോക്ടർമാർക്ക് അവർ പൈസ കൊടുക്കും. ആ ഡോക്ടർമാരും മരുന്ന് കമ്പനിയും കൂടിയുള്ള ഒരു കച്ചവടമാണ്. അതായത് ഒരു കച്ചവടമാണ് ഇന്ന് കേരളത്തിൽ മരുന്നിൻ്റെ മറ്റേ ചികിത്സാ സമ്പ്രദായം ഒരു കച്ചവടം ബിസിനസ്സായി മാറിയിരിക്കും. ഞാൻ തമാശ പറയുന്നതല്ല. ഈ മരുന്നുകളെല്ലാം രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വർദ്ധിച്ചാലും പ്രശ്നമാണ്. ഇത്തരം ഇൻസുലിൻ ഉപയോഗിച്ചാൽ രക്തം വളരെ കട്ടിയുള്ളതായി മാറുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ വലിയ അളവിൽ ഇൻസുലിൻ ഉള്ളത് മൂലം അതിന് വലിയ ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കരൾ, വൃക്ക, മറ്റ് വിസർജ്യ അവയവങ്ങൾ എന്നിവയെ ഏതാണ്ട് നശിപ്പിക്കുന്നു. ഇത് ആമാശയത്തിൽ ആസിഡ് പോലെ പ്രവർത്തിച്ച് തുടങ്ങിയാൽ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അപ്പോൾ ഈ മരുന്നാണ് കിഡ്നിക്ക് കേടായിട്ട് ഭവിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഷുഗറിന് ഏറ്റവും നല്ലത് നാടൻ മരുന്നാണ്. പ്രകൃതി ചികിത്സയിൽ എന്താണ് ഷുഗർ കുറയാൻ പറയുന്നത് വെച്ചാൽ അത് ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ പഞ്ചസാര പരമാവധി കുറക്കുക. ഫ്രൂട്ട്സിലൊക്കെ ഉള്ള പഞ്ചസാര ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല. പഞ്ചസാര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറൊരു രസം എന്താ വെച്ചാൽ പഞ്ചസാരയിൽ ഒരുപാട് വിഷങ്ങൾ ചേർക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഈച്ചക്ക് ഇട്ട് കൊടുത്ത് നോക്ക്. അല്പം ശർക്കരയിലായിരിക്കും ഈച്ച വന്നിരിക്കുക, പഞ്ചസാരയിൽ ഇരിക്കില്ല. അപ്പോൾ പഞ്ചസാരയും മധുരമുള്ളതല്ലേ, ഈച്ചയ്ക്ക് വളരെ ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ. ഇപ്പോൾ ഒരു പ്രത്യേകത സംഭവിച്ചിട്ടുണ്ട്. ചില മീനുകളിൽ നല്ല ഈച്ചാർത്ത് ഇരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ചില മീൻ ഈച്ചയുടെ മുന്നിൽ കിട്ടാലും അവിടെ വന്നിരിക്കുന്നില്ല. എന്താ കാരണം? അതിൽ വിഷം ചേർക്കുന്നുണ്ട്, മായം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവത്തിൻ്റെ കിടപ്പ്. ഈ മായത്തെ പറ്റി ഇനിയും ഞാൻ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ഷുഗറിൻ്റെ ഈ പ്രശ്നം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി ഇത്തരം കണ്ടൻറ്റുകളുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.